ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. അതായത് സീറോസ് ഓഫ് എ പോളിനോമിയൽ നമ്മൾ എങ്ങനെയാണ് ജിയോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യണേ, മനസ്സിലായോ? അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു ലീനിയർ പോളിനോമിയലാണ് എടുക്കുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2x + 3. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. y ഈസ് ഈക്വൽ ടു 2x + 3 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം 9th സ്റ്റാൻഡേർഡിൽ ഇതിൻ്റെ സീറോസ് നമ്മൾ അൽജിബ്രിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ സീറോസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2x + 3 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും അല്ലേ. എന്നാൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 2x ഈക്വൽ ടു -3, x ഈക്വൽ ടു -3/2 അല്ലേ. ഈ -3/2 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് നോക്കാം. 3നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1.005 കണ്ടോ. 1.5 ആണ് എന്തെന്ന് പറയുന്നത് -3/2 എന്ന് പറയുന്നത് -1.5 ആണ് കേട്ടോ. ക്ലിയർ ആണല്ലേ? നമുക്ക് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്ത് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ അൽജിബ്രിക്കലി കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ജിയോമെട്രിക്കലി കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യണം? കോർഡിനേറ്റ്സ് കിട്ടണം അല്ലേ. ഈ കോർഡിനേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ എക്സിൻ്റെ നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. y ഈസ് ഈക്വൽ ടു 2x + 3. കോർഡിനേറ്റ്സ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ എക്സിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മൾ വൈക്ക് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പം ഞാനിവിടെ എക്സിനെ 2ഉം -2 ആണ് കേട്ടോ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. 2ഉം -2 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2 × 2 + 3, 4 + 3 7. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 1 കിട്ടി, 7 കിട്ടി. പിന്നെ -2 ഇട്ട് കൊടുക്കുമ്പോൾ 2 × -2 + 3 -4 + 3 -1. അതായത് മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് ഗ്രേറ്ററിൻ്റെ സൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് വൈക്ക് വാല്യൂസ് കിട്ടിയെന്ന് 7ഉം -1ഉം. ഇത് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യാറുണ്ട്. എക്സും വൈയും ആണ്. ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്താ കൊടുത്തത്? 2 ആണ് കൊടുത്തത്. അപ്പോൾ വൈക്ക് നമുക്ക് 7 കിട്ടി. പിന്നെ -2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. കണ്ടോ? അപ്പം നമുക്ക് എക്സിൻ്റെ കോർഡിനേറ്റ്സും കിട്ടി, വൈയുടെ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ ഇവിടെ വരെ പറഞ്ഞത്? 2ഉം -2 ആണ് എക്സിൻ്റെ കോർഡിനേറ്റ്സ്. വൈ എന്ന് പറയുന്നത് 7ഉം -1 ആണ്. ഇനി നമുക്ക് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് y, ഇത് y', ഇത് x', ഇത് x. സെൻറ്റർ 0 ആണ്. 1 2 3 4 5 6. -1 -2 -3 -4 -5 -1 -2. കുറച്ചുകൂടി നീക്കി എഴുതാം നമുക്ക്. -1 -2 -3. 1 2 3 4 5 6 7. ഞാനിത് ബോർഡിൽ എഴുതുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലിയർ അല്ലാത്തത്. നമ്മൾ ഗ്രാഫ് ബുക്കിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് അളവെടുത്ത് വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സിന് 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. എക്സിന് 2 ആണ്, വൈക്ക് 7 ആദ്യത്തെ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്കിത് യോജിപ്പിക്കാം. 2ഉം 7. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോർഡിനേറ്റ്സ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ. മനസ്സിലായോ? ഇനി സെക്കൻഡ് -2ഉം -1. -2 ഇതാണ്, -1 ഇതാണ്. അപ്പോൾ നമുക്കിത് യോജിപ്പിക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇത് തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. കണ്ടോ? ഈ കോർഡിനേറ്റ്സ് തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. കണ്ടോ? -2ൻ്റെയും -1ൻ്റെയും ഏകദേശം ഒരു ഇടയിലാണ് പോരുന്നത്. സെൻറ്ററിൽ കൂടെയാണ് പോയിരിക്കുന്നത്. ഇതാണ് -1.5. അതെന്തുകൊണ്ടാണ് -1.5 ആവുന്നത്? 1ൻ്റെ 2ൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് 1.5 ആണ് അല്ലേ.
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? -1.5 കിട്ടി. വൈ എന്താണ്? എക്സിലാണ് നമുക്ക് പോയിന്റ് പറയുന്നത്. വൈ എന്തായാലും എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? -1.50. അതായത് -1.5 നമുക്ക് എങ്ങനെ എഴുതാം? -3/2ഉം 0. കാരണം -3/2നെയാണ് നമ്മൾ -1.5 ആയിട്ട് നമ്മളിവിടെ എഴുതിയത്. മനസ്സിലായോ? ഇതിൽ ഏത് എഴുതിയാലും ശരിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് പോയിന്റ് കിട്ടി -1.5ഉം 0ഉം. ഇനി നമ്മൾ എപ്പോഴും പോളിനോമിയലിൻ്റെ സീറോസ് ജിയോമെട്രിക്കലി പറയുമ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീറോസ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? എക്സ് കോർഡിനേറ്റ്സിൽ വരുന്ന എക്സിൻ്റെ കോർഡിനേറ്റ് ആണ് നമ്മുടെ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ കോർഡിനേറ്റ് എന്താണ്? -1.5. കണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതുപോലെ കാൽക്കുലേറ്റ് ചെയ്തതും ജിയോമെട്രിയിൽ കണ്ടുപിടിച്ചതും ശരിയാണല്ലോ. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ക്ലിയർ ആയോ? ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം കേട്ടോ. നോക്കിക്കേ, ഇതൊരു ഗ്രാഫാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരയ്ക്കുവാണേ. ഇത് എക്സ് ഡാഷ്, ഇത് എക്സ്, ഇത് വൈ, ഇത് വൈ ഡാഷ് അല്ലേ? ഇത് കണ്ടോ? ഇങ്ങനെ ഒരു ഗ്രാഫാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീറോസ്, ഇതിൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? കണ്ടോ? 1 2 3. കണ്ടോ? എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റിലെ എക്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ആ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് കണ്ടോ, ഈ എക്സ് ഇവിടെ നോക്കിക്കേ, 1 2 3. അപ്പോൾ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. കണ്ടോ? x1 y1, x2 y2, x3 y3. കണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് എക്സിൻ്റെ ആക്സിസിൽ വരുന്ന എക്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സീറോസ് ആ പോളിനോമിയലിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും സാധിക്കും. കണ്ടോ? ഇതിൽ നോക്കിക്കേ, ഇതിലിപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ പോയിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടോ? ഈ സ്ട്രെയിറ്റ് ലൈൻ പോയിരിക്കുന്നത് ഒറ്റ പോയിന്റിൽ കൂടെയാണ് അല്ലേ? എക്സ് ആക്സിസിൽ ഒറ്റ പോയിൻ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോസേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി ഇത് റെപ്രസെൻ്റ് ചെയ്യണത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.